ആ എടി നിന്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, പുള്ളിക്ക് നമുക്ക് കൈക്കൂലി കൊടുത്താലോ? അടി കിട്ടിട്ടുണ്ടോ നിനക്ക്? എന്റെ അച്ഛനെ കൈക്കൂലിന്റെ വാക്ക് കേട്ട് അപ്പ തല്ലും. എടി അതല്ലേ പ്രാങ്ക്. ആ എടി നിന്റെ അച്ഛൻ നമ്മൾ കൈക്കൂലിയായിട്ട് ചെല്ലും, പുള്ളി അത് മേടിക്കത്തില്ലല്ലോ, അപ്പൊ നമ്മളത് പ്രശ്നമാക്കും. അപ്പൊ നീ കയറി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ഛന്ന് പറയും. പ്രാങ്ക്. ഇനി ഒന്നും ആലോചിക്കില്ല, നമ്മളങ്ങനെ ചെയ്യാൻ പോവാം. ആ അത് മതി, അത് സെറ്റാണ്. സാറേ നമ്മൾ ഈ കുടപ്പുഴ പഞ്ചായത്തിൽ തന്നെ വരുന്നത്. അപ്പം ഞാൻ ഇവരും കൂടെ അടുത്തൊരു ബാർ നടത്തുന്നുണ്ട്. അപ്പോൾ സാർ അതിനോട് സപ്പോർട്ടിന് വേണ്ടി ഈ സെക്രട്ടറിയുടെ വട്ടം നടക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അത് സാറിനെ കാണാനായിട്ട് ഇറങ്ങിയത്. അപ്പം നമുക്കൊരു 15 മീറ്റർ കൂടി ഇറക്കി വേണം ഈ ബാറിൻ്റെ ഇത് പണിയാനായിട്ട്. അപ്പോൾ സാർ വിചാരിച്ചത് നടക്കും? ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിചാരിച്ചത് നടക്കുന്ന കാര്യമൊന്നുമല്ല, അത് ശരിയാകില്ല. സാറേ ഒരു 15,000 രൂപ സാറേ കൂടുതൽ വേണമെങ്കിൽ പൊക്കോ, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ശരിയാക്കാം, പൊക്കോ. ഈ വീട്ടിൽ ഞാൻ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങും? എത്ര പേരെ കൈക്കൂലി വാങ്ങി ഉണ്ടാക്കിയത് ഇതൊക്കെ. എന്റെ കൂട്ടുകാരെ മുന്നിലൊക്കെ നിങ്ങളെ പറ്റി പറയുമ്പോ എനിക്ക് 100 നാക്കാം. സത്യസന്ധൻ. അമ്മ അങ്ങ് പോയത് നന്നായി, ഇതൊന്നും കാണണ്ടല്ലോ. നമുക്ക് നമ്മുടെ ആധാരം ഇരിക്കുന്ന എവിടെയാണെന്നറിയോ? ഹലോ, രാജേശ്വരന് ഫോണൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലയോ? എത്ര വട്ടം വിളിക്കണം തന്നെ? അവരോട് പല ആവർത്തമായിട്ട് പറയുന്നു, നീ പൈസ കൊണ്ട് അടയ്ക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തരിക. ഇനിയിപ്പോൾ ഇത്ര എൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ബാങ്കിൽ അവിടെ കയറി താമസിക്കാൻ പോവാം. ഞാൻ എത്രയും വേഗം അടച്ചോളാം, എന്നെ നാട്ടിക്കരുത്. അടച്ചത് എനിക്ക് കൊള്ളാം. അമ്മക്ക് അസുഖമായപ്പോൾ അത് പണയത്തിലായതാണ്. പിന്നെ ചേച്ചിയുടെ പഠിത്തം, അവളുടെ കല്യാണം, അവളുടെ പ്രസവം, പിന്നെ നിന്റെ പഠിത്തം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുറവ് അറിയിക്കാതെ ഞാൻ നിങ്ങളെ വളർത്തും. പക്ഷെ അച്ഛനത് എന്നോട് പറഞ്ഞൂടെ? ഞാൻ ജോലിക്ക് പോകുന്നല്ലേ, ഞാനൊരു ആൺകുട്ടി അല്ലാത്തോണ്ടാണോ അച്ഛൻ എന്നോട് പറയാത്ത? അതല്ലടാ, ഞാൻ ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാന്ന് കരുതി, പക്ഷെ കയ്യിൽ നിന്ന് പോയി. നമുക്കിത് ഒരുമിച്ച് അടയ്ക്കാം. നമ്മൾ ആരും മുന്നിൽ തലോണിക്കേണ്ടി വരില്ല.